ഹായ് നമസ്കാരം. അങ്ങനെ പുതിയൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് വളരെയധികം സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, ചെറിയൊരു വ്ളോഗാട്ടോ. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീടിൻ്റെ ഭിത്തിയൊക്കെ കെട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? ഇഷ്ടിക എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? പശയുള്ള മണ്ണ് ഉപയോഗിച്ച് നമ്മുടെ ഇഷ്ടികപ്പെട്ടിടത്തേക്ക് കുഴച്ച് വെച്ച് നമ്മൾ ഇഷ്ടിക ഉണ്ടാകും. അത് ഉപയോഗിച്ചായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടിൻ്റെ ഭിത്തിയൊക്കെ കെട്ടിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ കാലമെല്ലാം കഴിഞ്ഞു പോയി. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഹോളോ ബ്രിക്സ് ആയി, അതുപോലെ തന്നെ നമുക്ക് തന്നെ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് നമുക്ക് ഭിത്തി വരെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ പണ്ടത്തെ അത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മണ്ണ് കുഴച്ച് ഇഷ്ടിക ഉണ്ടാക്കുന്ന ആ കാഴ്ചകൾ ഒന്നും കൂടെ കാണാൻ പറ്റി എങ്ങനെ ഉണ്ടാവും? ശരിക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരിക്കും അല്ലേ? ഓക്കെ, ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പഴയകാല ആ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഈ ഒരു ചെറിയ വീഡിയോയോട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ കണ്ടത്തിലൊക്കെ നമുക്ക് വളരെ വ്യാപകമായിട്ട് മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇറക്കി ഇഷ്ടിക, അത് മെഷീൻ ഉപയോഗിച്ചല്ല, ആളുകൾ തന്നെ ഇഷ്ടിക പെട്ടിയിൽ മണ്ണ് കുഴച്ച് വെച്ച് ഇഷ്ടിക ഉണ്ടാക്കി ഒരു ഏരിയ മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ പണ്ടത്തെ ആ ഒരു ഓർമ്മയൊക്കെ ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നും അത് കാണാനും കൂടി ഇല്ല. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ കാണുമായിരിക്കും കേട്ടോ, പക്ഷേ നമ്മൾ കണ്ടിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ പശയുള്ള മണ്ണ് കൊണ്ട്, ചുമന്ന മണ്ണ് കൊണ്ട് പിടിച്ച് ചുട്ടെടുക്കുകയാണെങ്കിൽ കുറേ കാലഘട്ടം ഇത് പഴക്കം ചെയ്യും. ലൈഫ് കൂടുതലുണ്ടാവും. ഈ കട്ടയ്ക്ക് ഉറപ്പ് കുറവാണ്. ഇത് ഉറപ്പാണ്. ചുട്ടെടുക്കുമ്പോഴാണ് ഇതിന് ശരിയായ ഉറപ്പ് കിട്ടുന്നത്. സിമെൻറ്റ് കട്ടയേക്കാൾ തേച്ചുങ്ങൾ പിടിപ്പിച്ച് ചെയ്യുമ്പോൾ ചൂടുകട്ടയ്ക്ക് ഇരട്ടി ഉറപ്പാണ്. നമുക്ക് സിമെന്റ് കട്ടേനേക്കാൾ ഉറപ്പാണ് ചൂടുകട്ടയ്ക്ക്. വെള്ളമൊക്കെ കറക്റ്റ് ആയിരിക്കണം അല്ലേ? അതെ. ഓക്കെ, ഇത് നമുക്ക് ഷേപ്പ് കിട്ടില്ല. ഈ കട്ടയുടെ പെട്ടി വലിക്കുമ്പോൾ കട്ട ഇരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യം ഇങ്ങനെ തുടച്ചു കൊടുക്കണം അല്ലേ? അത് അല്ലെങ്കിൽ പെട്ടിയുടെ പലകയിൽ ചെളി പിടിച്ചിരിക്കും. അപ്പോൾ അത് ഷേപ്പ് പോകും. ഷേപ്പ് പോകും. ഓക്കെ ഓക്കെ. റെഡിമെയ്ഡ് ഭിത്തികൾ വരെയായി. കൊണ്ടുവന്ന് നേരെയൊക്കെ സെറ്റ് ചെയ്താൽ മതി. ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഇങ്ങനത്തെ, അതന്നെ സാങ്കേതിക വിദ്യ വളർന്നു. ആ കാലഘട്ടത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടോ. ഇത് ശരിക്കും ഒരു അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇത് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാനുള്ള ഒരു സംഭവമായി തന്നെയായിരുന്നു. കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് അറിയത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന മണ്ണിന് പ്രത്യേകത ഉണ്ടാവുമോ? പശയുള്ള ചുമപ്പ് കളറുള്ള മണ്ണ് ഉപയോഗിക്കും. മണലുള്ള മണ്ണ് കൂട്ടി കട്ട പിടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങുമ്പോൾ പൊട്ടിപ്പോവും. പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഈ
ചുവന്ന മണ്ണ്, പശുള്ള മണ്ണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? എത്ര ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടണമെങ്കിൽ? ഇതൊരു വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് 2 ദിവസം കഴിയുമ്പോൾ ഇത് മറിച്ച് വെക്കും. തിരിച്ചിടണം. മറിച്ച് വെച്ചിട്ട് ഇതിന്റെ സൈഡെല്ലാം ചീകി ലെവലാക്കി. ഓക്കെ, അതെങ്ങനെയാ റെഡിയാക്കി എടുക്കുന്നത്? നമ്മൾ ചുമ്മാ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ടൊക്കെയാണ് 4 സൈഡും ചീകി റെഡിയാക്കി എടുക്കുന്നത് അല്ലേ? പ്രളയകാലത്ത് മേളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് ചാടി ആണ് ഈ ഒരു പെരയുടെ ഈ ഒരു സൈഡ് ഫുള്ള് പോയതാട്ടോ. അപ്പോൾ ഈ ഒരു വീടിന് ഏകദേശം ഒരു 30 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഭിത്തി കെട്ടുന്നതിന് ആവശ്യമായ ഇഷ്ടികയാണ് അവിടെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പഴയകാല ഓർമ്മകളിലേക്കുള്ളൊരു മടക്കയാത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കുട്ടിയൊരു വ്ളോഗാണ്. ജനീഷ ഒരു ഹായ് കൊടുത്തേ. അത് തന്നെ, ജനീഷാണ് രാവിലെ എന്നെ വിളിച്ചു ചേട്ടാ ഇതേ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ക്യാമറ എടുത്ത് നേരെയൊക്കെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കാഴ്ചകളായിട്ട് നമ്മൾ വീണ്ടും വരാം. ഓക്കെ, ബൈ, ടാറ്റ.